ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നിപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇതുപോലെ എങ്ങനെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ഒരു മാതളം വേണം. ഞാൻ ആ മാതളം ഇതിപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം ആ കുരു ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ നൂല് കെട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഡാർക്കാക്കി എടുക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ബ്ലാക്ക് ക്ലോത്തും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഫോട്ടോ എടുക്കാം. ഇനി നമുക്ക് ഫോട്ടോ എടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 10-20 ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഞാനിപ്പം ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തു. ഞാൻ നല്ലത് നോക്കി ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഇപ്പം ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ഞാൻ ഇതിപ്പോൾ സെലക്ട് ചെയ്ത് സൂം ചെയ്ത് എല്ലാം നമ്മൾ ക്ലിക്ക് ചെയ്ത ഫോട്ടോ പെർഫെക്റ്റ് ആണോ എന്ന് നോക്കുക. ഇപ്പോൾ എനിക്ക് ഓക്കെ, ഇത് നമുക്ക് എടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിനി അത് എഡിറ്റ് ചെയ്യാം. ഇനി എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിത് സ്നാപ്സീഡിൽ ഓപ്പൺ ആക്കുക. സ്നാപ്സീഡിൽ ഓപ്പൺ ആക്കിയതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ഹീൽ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഈ മൊത്തം നമ്മൾ ആ ക്ലോത്തിലുള്ള ആ ഒരു ചുളിവുകളെല്ലാം നമുക്കിനി ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. സൂം ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ടൂൾസിൽ കയറിയതിന് ശേഷം നമുക്കൊരു ബ്രൈറ്റ്നസ് ഒരു 37ഉം ഒരു കോൺട്രാസ്റ്റ് നമുക്കൊരു +12ഉം പിന്നെ അതിന് ശേഷം ഒരു സാച്ചുറേഷൻ നമുക്കൊരു +5ഉം നമുക്കൊരു ആംബിയൻസ് നമുക്കൊരു +19ഉം പിന്നെ ഒരു ഹൈലൈറ്റ്സ് +44 നമുക്ക് കൊടുക്കാം. പിന്നെ ഒരു ഷാഡോ നമുക്കൊരു ഏകദേശം ഒരു +5 ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. ടൂൾസിൽ കയറിയതിന് ശേഷം സെലക്റ്റീവ് എടുത്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കാം. ഇപ്പോൾ അതിൽ സ്ട്രക്ചർ കയറിയതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ഒന്നെല്ലാം ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ചെയ്യാം. ഒന്ന് ഫുള്ളൊന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് സ്മൂത്ത് ചെയ്യുക, സ്ട്രക്ചർ കുറയ്ക്കുക. ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കുറച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. സെൻറ്റർ സ്ട്രക്ചർ കുറച്ചതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഹീലിംഗ് കയറിയതിന് ശേഷം നമുക്കിനി അതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ ആ ബാക്കി കിടക്കുന്നതും കൂടി നമുക്ക് ഹീൽ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് വിൻറ്റേജ് കയറിയതിന് ശേഷം ഒരു സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക. കുറച്ച് ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലാക്ക് ആയിട്ടുണ്ട്. അടുത്ത് സെലക്റ്റീവ് കയറിയതിന് ശേഷം വീണ്ടും നമ്മളതിന് ബ്ലാക്ക് ആവാത്ത ഏരിയകളൊന്നും സെലക്ട് ചെയ്ത് ബ്ലാക്ക് ആക്കുക. കുറച്ചെല്ലാം സെലക്ട് ചെയ്ത് എല്ലായിടും ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നസ് കുറച്ച് കൊടുക്കുക.
ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലൊരു ബൊക്കെ എഫക്റ്റ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ടൂൾസിൽ കയറിയതിന് ശേഷം ഡബിൾ എക്സ്പോഷർ കയറിയതിന് ശേഷം ആഡ് ഇമേജ് കൊടുക്കാം. ആഡ് ഇമേജ് കൊടുത്തതിന് ശേഷം നമുക്ക് ഗാലറിയിൽ കയറാം. ഗാലറി കയറിയതിന് ശേഷം നമുക്കൊരു ഇമേജ് സെലക്ട് ചെയ്യാം. ഓൾറെഡി ഇപ്പോൾ ഞാൻ കുറച്ച് ബൊക്കെ എഫക്റ്റ് അവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആഡ് ചെയ്യാം. ഇനി ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ സെൻറ്ററിൽ ആ ഐക്കണിൽ കയറിയതിന് ശേഷം ആഡ് കൊടുക്കുക. ദെൻ ഓക്കെ അടിക്കുക. ദെൻ നമ്മൾ ആരോയിൽ കയറിയതിന് ശേഷം വ്യൂസ് കയറിയതിന് ശേഷം വേണ്ട ഭാഗങ്ങൾ മാത്രം അപ്ലൈ ചെയ്യുക. നമ്മൾ സൂം ചെയ്തതിന് ശേഷം ആ ഒരു മാതളത്തിലായിരിക്കുന്ന ആ ഭാഗങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇമേജ് സേവ് ആക്കാം. ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ഇത്ര ഈസി ആയിട്ട് ഇതുപോലൊരു ഇമേജ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.